നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഓഫീസറായി പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ അവസാന വാക്കായി അസീം മുനീർ മാറിയത് ഇക്കഴിഞ്ഞ ദിവസമാണ്. അത് ഭരണഘടനാ ഭേദഗതി വരുത്തിയാണ് അങ്ങനെ ഒരു നിയമം അസീം മുനീർ കൊണ്ടുവന്നത്, കൃത്യമായ അമേരിക്കൻ അജണ്ടയോടുകൂടി. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമ്മുടെ ഇമ്രാൻഖാനെ 2 ദിവസം ഒരു സസ്പെൻസിൽ അവർ വച്ചിരുന്നു. ഇന്ന് ഇമ്രാൻഖാൻ്റെ കുടുംബത്തിന് കാണാനുള്ള ഒരു അവസരം അവർ നൽകിയിരുന്നു. ആ അവസരം 1-2 ആഴ്ച കൊണ്ട് കിട്ടാതെ വന്നപ്പോഴാണ് അതെന്തു പറ്റി, ഇമ്രാൻഖാൻ എന്തു പറ്റി എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നതും. അപ്പോൾ അതിനെ നമ്മുടെ അഫ്ഗാൻ മാധ്യമങ്ങളൊക്കെ ആദ്യം കാബൂളിൽ നിന്നും പുറത്തിറക്കിയത് ഇമ്രാൻഖാനെ കൊലപ്പെടുത്തി കാണണം, ഇമ്രാൻഖാൻ ജീവനോടില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ പരന്നിരുന്നു. ഒരുപക്ഷെ അങ്ങനൊരു വാർത്ത പുറത്തു വന്നാൽ ഇമ്രാൻഖാൻ ഏറ്റവും ജനപ്രിയനായ ഒരു നേതാവാണ്. ബാക്കി ഒരു പ്രസിഡന്റുമാർക്കും അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർക്കും കിട്ടാത്ത ഒരു വലിയ ഭാഗ്യമാണ് ഇമ്രാൻഖാനുള്ളത്. കാരണം ഒരുപക്ഷെ ലോകം അറിയുന്ന ഒരു അത്യുജ്വല ക്രിക്കറ്റർ ആയതുകൊണ്ട് ആയിരിക്കാം ക്രിക്കറ്റ് ആരാധകർ ഇന്നും പാകിസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യയിലും അതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇമ്രാൻഖാനെ ആ കാലഘട്ടത്തിൽ ക്രിക്കറ്റ് ആസ്വദിച്ചിരുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇമ്രാൻഖാന് നല്ലൊരു സ്ഥാനമുണ്ട്. ക്രിക്കറ്റ് ഗ്രൗണ്ടിലായാലും മാന്യമായ പെരുമാറ്റമായിരുന്നു. ശത്രു രാജ്യങ്ങളൊന്നുള്ള ഒരു രീതിയില്ലാതെ ഇന്ത്യൻ ക്രിക്കറ്റർമാരോടും ഇമ്രാൻഖാൻ സ്വീകരിച്ചിരുന്നത് വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷമാണ്, സാഹചര്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും നിരവധി ആരാധകർ ഇപ്പോഴും ഇമ്രാൻഖാനുണ്ട്. അപ്പോൾ ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ ഏറ്റവും ജനപ്രിയനായ ഒരു നേതാവാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ. മാത്രമല്ല ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിക്ക് ആ ഇമ്രാൻഖാനിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയാൽ, ഇമ്രാൻഖാൻ മരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരുപക്ഷെ അസീം മുനീറിൻ്റെ ഒരു നിഗൂഢാജണ്ടയായിരിക്കാം അങ്ങനെ പുറത്തു വന്നതെന്ന് വാദിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകാം. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും ഇമ്രാൻഖാൻ തന്നെ ഇപ്പോൾ നേരിട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനം അറിയിച്ചിട്ടുണ്ട്. അതായത് പാക് സൈനിക മേധാവി അസീം മുനീറിൽ നിന്നും തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന ആരോപണമാണ് പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തെ സൈനിക നേതൃത്വം തന്നോട് ചെയ്യാവുന്നിടത്തോളം ക്രൂരതകൾ ചെയ്തുവെന്നും ഇനി ജീവനെടുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നും അദ്ദേഹം വൈകാതെ ഒരുപക്ഷെ അത് സംഭവിച്ചുകൂടാ എന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞതായി നമ്മുടെ CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. റാവൽപിണ്ടിയിലെ അവധിക്കാല ജയിലിലാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ തടവിൽ കഴിയുന്നത്. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിലും മറ്റ് കേസുകളിലുമായി 14 വർഷത്തെ തടവ് ശിക്ഷയാണ് ഇമ്രാന് വിധിച്ചിട്ടുള്ളത്. ആഴ്ചകളോളം നീണ്ട വിലക്കുകൾക്ക് ശേഷം ഇമ്രാൻഖാൻ്റെ സഹോദരി ഉസ്മാ ഖാനെ ചൊവ്വാഴ്ച ജയിലിൽ വെച്ച് അദ്ദേഹത്തെ കാണാൻ അനുമതി ലഭിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് മുൻ പ്രധാനമന്ത്രിയുടെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതിയാണ് അസീം മുനീർ. അയാൾക്ക് മാനസിക സ്ഥിരതയില്ല. സൈനിക നേതൃത്വം എനിക്കെതിരെ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇനി അവർക്ക് ബാക്കിയുള്ളത് എന്നെ കൊല്ലുക എന്നത് മാത്രമാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കരസേനാ മേധാവിയും DGISIയും ഉത്തരവാദികളായിരിക്കും എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞതായി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും വൈദ്യുതി, സൂര്യപ്രകാശം, ശുദ്ധമായ കുടിവെള്ളം, വൈദ്യസഹായം, തടവുകാർക്ക് സാധാരണയായി ലഭിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം നിഷേധിച്ചുവെന്നും പാർട്ടി ആരോപിക്കുന്നുണ്ട്. ജയിലിലെ സാഹചര്യങ്ങൾ മനുഷ്യത്വരഹിതമാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു തടവുകാരനുള്ള അതേ സൗകര്യങ്ങളാണ് തനിക്കുമുള്ളത് എന്നാണ് ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുള്ളത്. കൂട്ടിലടച്ച് മൃഗങ്ങളെക്കാൾ മോശമായാണ് എന്നോട് പെരുമാറിയത്. എൻ്റെ സെല്ലിലെ വൈദ്യുതി 5 ദിവസത്തേക്ക് വിച്ഛേദിച്ചു. 10 ദിവസം എന്നെ സെല്ലിൽ പൂട്ടിയിട്ടു. ശക്തനായ സൈനിക മേധാവി എന്നെ രാഷ്ട്രീയമായി പീഡിപ്പിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി തൻ്റെ പ്രസ്താവനയിൽ ആരോപിച്ചത് ഇങ്ങനെയൊക്കെയാണ്. മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനത്ത് നിന്ന് അധികം ദൂരെയല്ലാത്ത റാവൽപിണ്ടിയിലെ അതീവ സുരക്ഷാ ജയിലായ അഡിയാല ജയിലിൽ വെച്ചാണ് ഉസ്മാ ഖാന് സഹോദരനെ കാണാൻ അനുമതി ലഭിച്ചത്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച അരമണിക്കൂർ വരെ നീണ്ടുനിന്നതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇമ്രാൻഖാൻ ആരോഗ്യവാനായിരുന്നുവെന്നും ആത്മവിശ്വാസത്തിലായിരുന്നുവെന്നും ഉസ്മാ ഖാനുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. എന്തൊക്കെ തന്നെ ആയാലും അസീം മുനീർ കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ അസീം മുനീറിന് കടുത്ത എതിരാളി അല്ലെങ്കിൽ ഭാവിയിൽ അസീം
അസീം മുനീർ ഇനി ഭരണം അട്ടിമറിച്ച് പ്രധാനമന്ത്രിയാവാൻ ശ്രമിച്ചാൽ പോലും അതിന് ഒരു ഏക വിലങ്ങ് തടി എന്ന് പറയുന്നത് ഇമ്രാൻഖാനാണ്. കാരണം ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളതും ഏറ്റവും കൂടുതൽ ആളുകളുള്ളതും ഇമ്രാൻഖാനോടൊപ്പമാണ്. അത് അസീം മുനീർ എന്ന സ്വേച്ഛാധിപതിക്ക് ഒരു വെല്ലുവിളി തന്നെയാണെന്ന് അസീം മുനീർ നന്നായിട്ടറിയാം. അതുകൊണ്ട് തക്കം കിട്ടിയാൽ അല്ലെങ്കിൽ പതുക്കെ ഇഞ്ചക്ഷൻ വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരുന്നുകൾ തുടർച്ചയായി പതുക്കെ കൊടുത്തുകൊണ്ടോ നമ്മുടെ ഇമ്രാൻഖാനെ ജയിലിനുള്ളിൽ തന്നെ വധിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.